Hi, hello, welcome to yet another episode of my channel and you're watching Shrutysvlogtube. ഒരു വർഷത്തേക്കുള്ള ആരോഗ്യത്തിന് വേണ്ടി കർക്കിടക മാസത്തിൽ നമ്മൾ കഴിക്കുന്ന മരുന്നുകഞ്ഞി അല്ലെങ്കിൽ ഔഷധക്കഞ്ഞിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കർക്കിടക മാസത്തിൽ നമ്മൾ മരുന്നുകഞ്ഞി അല്ലെങ്കിൽ ഔഷധക്കഞ്ഞി കഴിക്കുന്നത്. ഈ കർക്കിടക മാസത്തിന് ആരോഗ്യപരമായ ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട്. മഴക്കാലമായതുകൊണ്ട് തന്നെ ഒരുപാട് രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു മാസമാണ് കർക്കിടകം. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ വളരെയധികം കുറഞ്ഞിരിക്കുന്ന ഒരു ടൈം കൂടിയാണ് കർക്കിടകം. അപ്പോൾ ഈ സമയത്ത് മരുന്നുകഞ്ഞി കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ വളരെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നതാണ്. പിന്നെ ഇപ്പോഴുള്ളൊരു സിറ്റുവേഷൻ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. കോവിഡ് എന്ന് പറഞ്ഞൊരു പാൻഡമിക് ഡിസീസസ് വളരെയധികം സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കൂട്ടുകയാണ് നമുക്ക് വേണ്ടത്. ഈ സമയത്ത് ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ഒരുപാട് ഡിഫിക്കൽട്ടീസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ കർക്കിടകക്കഞ്ഞി കഴിച്ച് എല്ലാവരും ശരീരത്തിന് നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ നോക്കുക. നമുക്ക് ഒരു വർഷത്തേക്ക് മുഴുവനായിട്ടുള്ള ആരോഗ്യം തരുന്ന ഒന്നാണ് കർക്കിടകക്കഞ്ഞി. കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക്, അത് അകത്തേക്കാണെങ്കിലും പുറത്താണെങ്കിലും എന്ത് ചികിത്സ ചെയ്താലും പെട്ടെന്ന് ഫലം കിട്ടും, അത് റിസൾട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കർക്കിടകക്കഞ്ഞിയൊക്കെ ഈ സമയത്ത് കുടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചികിത്സ നിങ്ങളുടെ ശരീരത്തിന് ഈ ടൈമിൽ ചെയ്യുകയാണെങ്കിലും അതിന് പെട്ടെന്നൊരു റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കർക്കിടകക്കഞ്ഞി ഈ മാസം കുടിക്കാൻ നോക്കുക. അപ്പോൾ ഇതിൽ പലതരം മരുന്നുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് കണ്ടുനോക്കാം. നമ്മുടെ കർക്കിടകക്കഞ്ഞിയിലെ ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ദശപുഷ്പങ്ങളാണ്. മുക്കൂറ്റി, ചെറുള, ഉഴിഞ്ഞ, തിരുതാളി, പൂവാങ്കുരുന്നില, കറുക, നിലപ്പന, വിഷ്ണുക്രാന്തി, കയ്യോന്നി, മുയൽച്ചെവിയൻ, ഇവയൊക്കെയാണ് ദശപുഷ്പങ്ങൾ. ഇതിൽ എല്ലാം തന്നെ എടുക്കുന്നില്ല. എനിക്ക് എൻ്റെ വീടിൻ്റെ പരിസരത്ത് അവൈലബിൾ ആയ ദശപുഷ്പങ്ങളാണ് ഞാൻ എടുക്കുന്നത്. അപ്പം നിങ്ങളുടെ പരിസരങ്ങളിൽ അവൈലബിൾ ആയ ഈ ദശപുഷ്പങ്ങളിൽ ഏത് കിട്ടിയാലും അത് വെച്ച് കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ എനിക്കിവിടെ അവൈലബിൾ ആയ ദശപുഷ്പങ്ങൾ ഏതൊക്കെയാണെന്നും ആ ദശപുഷ്പങ്ങളുടെ ബെനിഫിറ്റ്സ് എന്താണെന്നും ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടെ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ എന്ത് കഴിക്കുമ്പോഴും അതിൻ്റെ ബെനിഫിറ്റ്സ് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്നത് മുയൽ ചെവിയനാണ്. മുയലിൻ്റെ ചെവിയോട് സാദൃശ്യമുള്ള ഇലകളാണിതിന്, അതുകൊണ്ടാണ് ഇതിന് മുയൽ ചെവി എന്ന പേരുള്ളത്. അതുപോലെ തന്നെ ഒരു വയലറ്റ് കളർ പൂവാണ് ഈ മുയൽ ചെവിയനുള്ളത്. തൊണ്ട സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും മാറാൻ വളരെ നല്ലൊരു പരിഹാരമാണ് മുയൽ ചെവിയൻ. അതുപോലെ തന്നെ പനി, ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾ, കാഴ്ചശക്തി കൂടാനൊക്കെ വളരെ നല്ലതാണിത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് കീഴാർനെല്ലിയാണ്. കരൾ സംബന്ധമായ എല്ലാ രോഗങ്ങൾ ചെറുക്കാനും അതുപോലെ മൂത്രാശയ സംബന്ധമായ രോഗങ്ങളൊക്കെ മാറിക്കിട്ടാൻ വളരെ നല്ലതാണ് കീഴാർനെല്ലി. അടുത്ത നമ്മൾ എടുക്കുന്നത് മുക്കൂറ്റിയാണ്. ഇതെല്ലാവർക്കും വളരെ പരിചിതമായിട്ടൊരു ചെടിയാണ്. വൃദ്ധന്മാരെ പോലും യൗവനത്തിലേക്ക് മാറ്റുന്ന അത്ര ഗുണങ്ങളുള്ള ചെടിയാണ് മുക്കൂറ്റി എന്നാണ് പറയുന്നത്. മുക്കൂറ്റിയെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതുപോലെ നമ്മുടെ വീഡിയോ അവസാനിക്കുമ്പോഴും ഇട്ടേക്കാം. ഒരുപാട് ഗുണങ്ങളുള്ള ചെടിയാണ്. ഈ ചെടിയെപ്പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് ഞാൻ എടുത്തേക്കുന്നത് പൂവാങ്കുരുന്നിലയാണ്. രക്തശുദ്ധിക്കും അതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടാനും മുടി വളർച്ചയ്ക്കും ഒക്കെ വളരെ നല്ലതാണിത്. അതുമാത്രമല്ല, എത്ര ചാടിയ കുടവയറ് വരെ കുറയ്ക്കാനായിട്ടുള്ള ഒരു അപൂർവ ശക്തി വരെ ചെടിക്കുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ കുടവയറ് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റുന്നതെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതും കൂടെ നിങ്ങൾ ഇതിൻ്റെ കൂടെ കാണാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതുപോലെ സജഷനായിട്ട് കൊടുക്കുകയും ചെയ്തേക്കാം. അതുപോലെ തന്നെ മൈഗ്രെയിൻ മാറാനും വളരെ ഹെൽപ്ഫുള്ളാണ് പൂവാങ്കുരുന്നില. ഈ പൂവാങ്കുരുന്നില യൂസ് ചെയ്ത് നമുക്ക് ഓയിൽ ഉണ്ടാക്കി തലയിൽ തേച്ച് കഴിഞ്ഞാൽ എത്ര മാറാത്ത മൈഗ്രെയിനും തലവേദനയൊക്കെ പെട്ടെന്ന് മാറുന്നതാണ്. അതുപോലെ തന്നെ പൂവാങ്കുരുന്നിലിൻ്റെ നീരൊക്കെ നമ്മുടെ നെറുകയിലിറ്റിച്ചൊഴിച്ചാലും വളരെ നല്ലതാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ദശപുഷ്പങ്ങളിലെ പലതിനെ പറ്റിയിട്ടും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കയ്യോന്നിയാണ്. കാഴ്ചശക്തി കൂട്ടാൻ വളരെ നല്ലതാണ് കയ്യോന്നി. അതുപോലെ മഴക്കാലം എന്ന് പറയുന്നത് തണുപ്പ് വളരെ കൂടുതലുള്ള സമയമാണ്. ഈ സമയത്ത് വാതരോഗമുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ടൈമാണ്. അപ്പോൾ വാതരോഗികൾക്ക് കയ്യോന്നി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ നമ്മൾ ശരീരത്തിൻ്റെ അകത്തേക്ക് മാത്രമല്ല പുറത്തേക്കും എന്ത് മരുന്ന് ചെയ്യുന്നതും ഈ സമയത്ത് വളരെ നല്ലതാണെന്ന് നമ്മൾ പറഞ്ഞു. മുടിയൊക്കെ വളരെ നന്നായിട്ട് സംരക്ഷിച്ചാൽ നല്ല രീതിയിൽ വളർന്നു കിട്ടുന്നൊരു ടൈമാണ് ഈ കയ്യോന്നി. അതായത് ഭൃംഗരാജ എന്നാണ് കയ്യോന്നിക്ക് പറയുന്നത്. ഇത് മുടി വളരാനും വളരെ ബെസ്റ്റാണ്. ഇതിട്ട് എണ്ണ കാച്ചി മുടിയിൽ പുരട്ടുന്നത് ഈ സമയത്ത് മുടി വളരാൻ വളരെ നല്ലതാണ്. അപ്പോൾ എങ്ങനെയാണ് കയ്യോന്നി എണ്ണ പ്രോപ്പറായിട്ട് കാച്ചേണ്ടത്, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചെറുളയാണ്. വൃക്ക സംബന്ധമായ എല്ലാ രോഗങ്ങളും മാറിക്കിട്ടാനും ശരീരത്തിലുള്ള വിഷാംശങ്ങൾ പുറന്തള്ളാനും ഇത് വളരെ ബെസ്റ്റാണ്. മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്കും വളരെ നല്ലതാണിത്.
അപ്പോൾ അടുത്തായിട്ട് നമ്മൾ എടുക്കുന്നത് കുറുന്തോട്ടിയാണ്. കുറുന്തോട്ടി കഴിച്ചാൽ എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. വാദം പെട്ടെന്ന് മാറിക്കിട്ടാൻ വളരെ നല്ലതാണ് കുറുന്തോട്ടി. പിന്നെ അത് അടുത്തായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് തൊട്ടാവാടിയാണ്. നടുവേദന, കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ, പ്രമേഹം ഇതൊക്കെ മാറാൻ വളരെ നല്ലൊരു മരുന്നാണ് തൊട്ടാവാടി. അടുത്തത് ഞാൻ എടുത്തിരിക്കുന്നത് ചങ്ങലമ്പരണ്ടയാണ്. ഒരുപാട് അത്ഭുത ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് ചങ്ങലമ്പരണ്ട. ഒടിഞ്ഞ എല്ലുകൾ വരെ കൂട്ടിച്ചേർക്കുന്ന, നമ്മുടെ ശരീരത്തിലെ ഏത് തരം വേദനകളും മാറ്റുന്ന, അതായത് നടുവേദന, കൈവേദന, കാലുവേദന, പിന്നെ ജോയിൻറ്റ് പെയിൻസ്, അങ്ങനെ നമ്മുടെ ശരീരത്തിലെ എന്ത് തരം വേദനയാവട്ടെ അതെല്ലാം മാറ്റിത്തരുന്ന ഒന്നാണ് ചങ്ങലമ്പരണ്ട. ഈ ചങ്ങലമ്പരണ്ടയെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന പല ചെടികളുടെയും ഒരുപാട് ഗുണങ്ങളടങ്ങിയ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് മുന്നേ. അപ്പോൾ അതിൻ്റെ ലിങ്കാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ താല്പര്യമുള്ളവരെ കയറി കണ്ടു നോക്കൂ കേട്ടോ. ഇനി അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് നിലമ്പരണ്ടയാണ്. വെരിക്കോസ് വെയിൻ പെട്ടെന്ന് മാറിക്കിട്ടാനും അതുപോലെ ലിവർ സിറോസിസ്, ഫാറ്റി ലിവറൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടാനും വളരെ നല്ലതാണിത്. കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന ഔഷധ സസ്യങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ദശപുഷ്പങ്ങളിൽ മറ്റേതെങ്കിലുമാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ അത് വെച്ചാണെങ്കിലും കഞ്ഞി ഉണ്ടാക്കുക. ഇനി ഇതിൽ 1 or 2 കിട്ടിയിട്ടില്ലെങ്കിലും അത് വെച്ചാണെങ്കിലും ഒരു ചെറിയ കഞ്ഞി ഉണ്ടാക്കുക കേട്ടോ. ഇനി ഇതൊക്കെ അല്ലാതെ മറ്റു പല ഔഷധ സസ്യങ്ങളും നമ്മൾ മരുന്ന് കഞ്ഞി അല്ലെങ്കിൽ കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതിലെനിക്കറിയുന്ന കുറച്ചും കൂടെ ഞാൻ പറഞ്ഞുതരാം. കുറുന്തോട്ടി, ഇടിഞ്ഞിൽ, തിപ്പല്ലി, ആടലോടകം, തുളസി, കരിങ്കുറുങ്ങി ഇതൊക്കെ നമ്മൾ ഔഷധക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് മല്ലിയാണ്, പിന്നെ ചതകൂപ്പ, അതുപോലെ നമ്മൾ നേരത്തെ കാണിച്ച കുറുന്തോട്ടിയുടെ വേരാണിത്. നമ്മൾ കുറുന്തോട്ടി മുഴുവനായിട്ട് എടുക്കില്ല, വേര് മാത്രമാണ് യൂസ് ചെയ്യുള്ളൂ. ഇത് 3ഉം കൂടിയിട്ട് കഷായം ഉണ്ടാക്കിയിട്ട് അതിലാണ്, അതായത് ഇത് പകുതിയാക്കി വറ്റിച്ച് കഷായം എടുത്തിട്ട് അതിലാണ് നമ്മൾ അരി വേവിച്ചെടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി അരിഞ്ഞ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മിക്സിയിലിട്ട് അരിച്ചെടുക്കാം കേട്ടോ. അതായത് ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ മല്ലിയും 1 ടേബിൾ സ്പൂൺ ചതകൂപ്പയും അതുപോലെ കുറച്ച് കുറുന്തോട്ടിയുടെ വേരും കൂടിയിട്ട് നമ്മൾ തിളപ്പിച്ചെടുത്ത കഷായമാണ്. 1 ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ തിളപ്പിച്ചെടുത്തത്. അത് വറ്റിച്ച് പകുതിയാക്കണം. അതായത് ഇതിപ്പോൾ 1/2 ലിറ്ററേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ 1/2 ലിറ്റർ കഷായത്തിനോടൊപ്പം നമ്മൾ നേരത്തെ അരിച്ചെടുത്ത ഔഷധ ചെടികളുടെ നീരും, ഇതും 1/2 ലിറ്റർ തന്നെയാണ്. 2 മിക്വലായിട്ടാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഇത് രണ്ടും കൂടി 1 ലിറ്റർ വരും. അപ്പോൾ ഈ 1/2 ലിറ്റർ ഔഷധ ചെടികളുടെ നീരും കൂടിയാണ് നമ്മൾ എടുക്കുന്നത്. ഇത് രണ്ടും കൂടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അരി വേവിച്ചെടുക്കുന്നത്. പിന്നെ പച്ചമരുന്നുകൾ എന്തോരം വേണമെന്നുള്ളത് നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കുക. ഇതിനൊന്നും പ്രത്യേകിച്ചൊരു കണക്കൊന്നുമില്ല കേട്ടോ. ഞാനിന്നിവിടെ കാണിക്കുന്നത് 3 പേർക്ക് കഴിക്കാൻ പറ്റുന്ന മരുന്ന് കഞ്ഞിയുടെ അളവാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്ര അളവ് അനുസരിച്ച് ഇതിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നവരരിയാണ്. നവരരി ഒരുപാട് ഗുണങ്ങളുള്ള അരിയാണ്. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഗുണങ്ങൾ, അതായത് നമുക്ക് തൂക്കം കൂട്ടാനും ഈവൻ കുഞ്ഞുങ്ങൾക്ക് വരെ തൂക്കം കൂട്ടാനും, നല്ല സ്പേം മോട്ടിലിറ്റി, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള കാര്യമാണ് നവരരി. നവരരിയാണ് ഈ കഞ്ഞിയുടെ അരിയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഔഷധങ്ങളുടെയൊക്കെ ഒപ്പം നവരരിയും കൂടി വരുമ്പോൾ ഒരു എക്സ്ട്രാ ബെനിഫിറ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ മാക്സിമം നവരരി തന്നെ എടുക്കുക. ഇനി കിട്ടാത്തവർ കുത്തിരി ആയാലും എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ആശാളിയാണ്. ഇനി അടുത്തത് വേണ്ടത് ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകമാണ്. ഇതും 2 ടേബിൾ സ്പൂണാണ് വേണ്ടത്. ഇനി അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് ഉലുവയാണ്. ഉലുവ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തിയിട്ടതാണ്. ഇതും 2 ടേബിൾ സ്പൂൺ തന്നെയാണ് നമുക്ക് ആവശ്യം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മക്കിൻകായ അല്ലെങ്കിൽ കക്കിൻകായ. വെള്ളത്തിലിട്ട് നമ്മൾ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചതാണ്. മക്കിൻകായ കാണാത്തവർക്കായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് മക്കിൻകായ, കക്കിൻകായ, വട്ടിൻകായ എന്നൊക്കെ പറയും. ഇതിൻ്റെ ഉള്ളിലെ പരിപ്പാണ് നമ്മൾ എടുക്കുന്നത്. ഇത് പൊട്ടിച്ച് ഇതിൻ്റെ ഉള്ളിലെ പരിപ്പെടുത്ത് ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾ സോക്ക് ചെയ്തെടുക്കണം. എന്നാലാണ് ഇത് നന്നായിട്ട് സോഫ്റ്റായി കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ പരിപ്പിലൊരു മത്തുണ്ട്, അത് മാറാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മെയിനായിട്ട് സോക്ക് ചെയ്തിടുന്നത്. അപ്പോൾ അങ്ങനെ സോക്ക് ചെയ്ത് നമ്മൾ 8 മണിക്കൂർ വെച്ചതിന് ശേഷമുള്ള പരിപ്പാണ് ഈ കാണുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി എടുത്ത് നമുക്ക് കഞ്ഞി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കുക്കറിലാണ് ഞാൻ മരുന്ന് കഞ്ഞി ഉണ്ടാക്കാൻ പോകുന്നത്. കുക്കറിലാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഈ കുക്കറിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഔഷധങ്ങളുടെ നീര് 1/2 ലിറ്റർ നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കുറുന്തോട്ടിയുടെ കഷായമാണ്. ഇതും 1/2 ലിറ്റർ തന്നെയാണ്. ഇതും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറുന്തോട്ടി കഷായവും ഔഷധങ്ങളുടെ നീര് ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ഞവരരി ഇട്ട് കൊടുക്കാം. ഞവരരി ഞാൻ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. 240 ml കപ്പിൽ 1 കപ്പ് ഞവരരി, അതായത് ഏകദേശം 1/4 കിലോ അടുത്ത് ഞവരരി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ എടുത്ത ഓരോ ഐറ്റംസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഉലുവ ഇട്ട് കൊടുക്കുകയാണേ. ഇനി ഇട്ട് കൊടുക്കുന്നത് നല്ല ജീരകമാണ്. ഈ ആശാളിയും ജീരകവും ഒക്കെ നന്നായിട്ട് കഴുകിയിട്ട് വേണം കേട്ടോ ഇടാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ആശാളി കൂടി ഇട്ട് കൊടുക്കാം.
ഇനി എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമുക്കിപ്പോൾ കുക്കർ അടച്ച് ഈ കഞ്ഞി വേവിക്കാൻ വെക്കാം. ഔഷധക്കഞ്ഞി ഉണ്ടാക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ പലരുടെയും വിചാരം വളരെ ടഫാണ് അതെന്നാണ്. പക്ഷേ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, വളരെ ഈസി അല്ലേ. അപ്പോൾ വളരെ ഈസി ആയിട്ടൊരു കുക്കർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഔഷധക്കഞ്ഞി അല്ലെങ്കിൽ കർക്കിടകക്കഞ്ഞി വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതാ ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട്, സ്റ്റൗ ഓൺ ആക്കി. ഇനി ഒരു 4 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ കഞ്ഞി റെഡി ആയി വരുന്ന സമയത്ത് നമുക്കൊരു ചെറിയ പണിയുണ്ട്. ഈ വട്ടിൻകായയും തേങ്ങയും കൂടി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അതിനായിട്ട് തേങ്ങ ഒരു ചെറിയ മുറിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടി നല്ല മഷി പോലെ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതിനിടയിൽ കുക്കറിൽ 4 വിസിൽ വന്നിട്ടുണ്ട്. നമുക്കിനി കുക്കർ ഓഫ് ചെയ്യാം. അപ്പോൾ കുക്കറിൻ്റെ സ്റ്റീം നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് കഞ്ഞി റെഡിയായോ എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കഞ്ഞി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലായിട്ട് വന്നിട്ട് ഒരു ആയുർവേദ സ്മെല്ലാണ് ഈ കഞ്ഞിക്ക്. നമുക്ക് ഈ കഞ്ഞി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഈ കഞ്ഞിയിലേക്ക് നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ചു വെച്ച വട്ടിൻകായും തേങ്ങയും കൂടിയുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിങ്ങനെ തേങ്ങ അരയ്ക്കാതെ തേങ്ങാ പാലാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളിനി തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഈ വട്ട് നേരത്തെ നമ്മൾ മരുന്നുകൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഒപ്പം തന്നെ അരച്ച് ആഡ് ചെയ്യാവുന്ന കേട്ടോ. ഇനി ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഒന്നും കൂടെ ഓണാക്കി കൊടുക്കാം. ഇനി മക്കിൻകായയും തേങ്ങയും കൂടിയുള്ള മിക്സും ഈ കഞ്ഞിയും കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇന്ദുപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ഗുണമുള്ള ഒന്നാണ് ഇന്ദുപ്പ്. നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ പെട്ടെന്ന് മാറിക്കിട്ടാനും അതുപോലെ ഉറക്കക്കുറവുള്ളവർക്ക് നല്ല ഉറക്കം കിട്ടാനും നല്ല ദഹനം ഉണ്ടാവാനും അമിതവണ്ണം കുറഞ്ഞു കിട്ടാനും അങ്ങനെ ഒരുപാട് ഗുണമുള്ള ഒന്നാണ് ഇന്ദുപ്പ്. ഇന്ദുപ്പാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇന്ദുപ്പില്ലാത്തവർ സാധാരണ ഉപ്പ് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കർക്കിടകക്കഞ്ഞി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. അപ്പോൾ കഞ്ഞിയുടെ പരിപാടി കഴിഞ്ഞു. ഇനി കഞ്ഞിയിലേക്ക് നമുക്ക് വറുത്തിടാണ് വേണ്ടത്. അതിനുവേണ്ടി ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഈ ചീനച്ചട്ടി ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നറുനെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കാം. ഞാൻ വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇനി നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി 6 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ചില സ്ഥലങ്ങളിൽ കടുകിട്ട് പൊട്ടിക്കാറുണ്ട്, അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് മരുന്നുകഞ്ഞി അല്ലെങ്കിൽ ഔഷധക്കഞ്ഞി ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ ഭാഗത്ത് ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ ഉണ്ടാക്കുന്ന എന്തെങ്കിലും മാറ്റങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അല്ലെങ്കിൽ ഇനി ഇതല്ലാതെ നിങ്ങൾ എന്തെങ്കിലും എക്സ്ട്രാ കണ്ടൻസ് ആഡ് ചെയ്യുന്നതോ മറ്റെന്തെങ്കിലും ബെനിഫിറ്റ്സോ ഒക്കെ അറിയാമെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഉള്ളി നമ്മുടെ കഞ്ഞിയിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കഞ്ഞി കുക്കറിൽ നിന്ന് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ വറുത്തെടുത്ത ചേരുവകളും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പലർക്കും തോന്നലുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. കുക്കറിലാണെങ്കിൽ പ്രത്യേകിച്ചും വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാട് ഗുണമുള്ള ഈ ഔഷധക്കഞ്ഞി നല്ല മഴയത്ത് ചൂടോടുകൂടെ തന്നെ കുടിക്കാൻ നോക്കുക. 10 വയസ്സിന് മുകളിലുള്ള ആർക്കും കർക്കിടകക്കഞ്ഞി കുടിക്കാവുന്നതാണ്. ഗർഭിണികൾക്കും ധൈര്യമായിട്ട് കഴിക്കാവുന്ന ഒന്നാണ് കർക്കിടകക്കഞ്ഞി. ഈ കർക്കിടകക്കഞ്ഞിക്ക് മരുന്നിൻ്റെ കുത്തോ അല്ലെങ്കിൽ കയ്പോ ഒന്നുമില്ല, നല്ല ടേസ്റ്റിയാണിത്. ഇതിൻ്റെ ഒപ്പം നമുക്ക് പപ്പടം, അച്ചാർ, ഉണക്കമുളക്, എന്തെങ്കിലും തോരനോ ചമ്മന്തിയോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം. നല്ലൊരു കോംബോ ആയിരിക്കും. പിന്നെ ഇത് മാത്രമല്ല, ഇത്രയേറെ മരുന്നുകളും നവരരിയും എല്ലാം കൂടി വരുമ്പോൾ ഒരു കോംബോ ഇഫക്റ്റ്, അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ ഒക്കെ ഓർത്ത് ഈ മരുന്നകഞ്ഞി ആസ്വദിച്ച് കഴിക്കാൻ നോക്കുക. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും വളരെ സിമ്പിളായിട്ട് ഇതുപോലെ നല്ലൊരു കർക്കിടകക്കഞ്ഞി വെച്ച് നിങ്ങളുടെ മനസ്സും ശരീരവും ഒരുപോലെ പ്യൂരിഫൈ ചെയ്യുക. ഇനി കർക്കിടകക്കഞ്ഞി എത്ര ദിവസത്തേക്കാണ് കഴിക്കേണ്ടതെന്നാണ്. കർക്കിടകക്കഞ്ഞി മിനിമം 7 ദിവസം കഴിക്കാം. 7 ദിവസം തൊട്ട് 21 ദിവസം വരെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി 30 ദിവസം, അതായത് ഒരു മാസം കംപ്ലീറ്റ് കഴിച്ചാലും കുഴപ്പമില്ല. മിനിമം 7 ദിവസമെങ്കിലും നിങ്ങൾ കഴിക്കാൻ നോക്കുക. അതുപോലെ കർക്കിടകക്കഞ്ഞി കഴിക്കുന്ന സമയത്ത് കുറച്ച് ഫുഡ് ഐറ്റംസും കൂടി അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. തൈര്, മോര്, അതുപോലെ നോൺ വെജ് ഈ സമയത്ത് അധികം കഴിക്കാതെ നോക്കുക. കാരണം ഇതൊക്കെ ദഹിച്ച് കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും ഈ സമയത്ത്. അതുകൊണ്ടാണ് ഈ ഫുഡ് ഐറ്റംസ് അവോയ്ഡ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു വർഷത്തേക്കുള്ള ആരോഗ്യം മുഴുവൻ നൽകുന്ന കർക്കിടകക്കഞ്ഞി അല്ലെങ്കിൽ മരുന്നുകഞ്ഞി പറ്റുന്നവരൊക്കെ കഴിക്കാൻ നോക്കുക.
ഇനി മരുന്നുകൾ അവൈലബിൾ അല്ലാത്തവർക്ക് നമുക്ക് ആയുർവേദ ഷോപ്പുകളിൽ നിന്ന് മരുന്നുകഞ്ഞിയുടെ പാക്കറ്റ്സ് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങി ഉപയോഗിക്കുക. അല്ലെങ്കിൽ ആയുർവേദ ഷോപ്പുകളിൽ നമുക്ക് മരുന്നുകഞ്ഞിയുടെ ചൂർണ്ണങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. ഇത്ര പേർക്കുള്ള അളവ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് തരുന്നതാണ്. അപ്പോൾ അത് വാങ്ങി ഉപയോഗിക്കാൻ നോക്കുക. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ ചേരുവകളും കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ ആയ ചേരുവകൾ വെച്ചിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള മരുന്നുകഞ്ഞി ഉണ്ടാക്കാൻ നോക്കുക. ഇനി മരുന്നുകഞ്ഞി അല്ലെങ്കിൽ തന്നെ ഉലുവാക്കഞ്ഞിയോ അല്ലെങ്കിൽ പകരം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിൽ പല കഞ്ഞികളും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും ഈ കർക്കിടക മാസത്തിൽ. അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കാൻ നോക്കുക. ഇനി ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ പൊടിയരിക്കഞ്ഞിയാണെങ്കിലും ഈ സമയത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി കർക്കിടക മാസത്തിൽ നമ്മൾ കഴിച്ചിരിക്കേണ്ട ഒരുപാട് മരുന്നുകളുടെ റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ഇനി വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാനായിട്ടും നമ്മുടെ നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ആക്കി വയ്ക്കുക. അതുമാത്രമല്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചിൽഡ്രൻ ബൈ.